നമസ്കാരം. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത മലയാളികൾ ഇപ്പോഴുമുണ്ടോ? ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഉത്തരം. കാരണം നമുക്കറിയാം, പാലക്കാട് ജില്ലയിൽ ഒരു താത്ത വന്ന് നമ്പൂതിരിയായി മാറി. 70 ലക്ഷം ഒരു പൂജാരിയുടെ കയ്യിൽ നിന്ന് കവർന്നെടുത്തു. സ്റ്റെതസ്കോപ്പും കയ്യിലിട്ട് വന്ന ഡോക്ടറാവോ? ആകും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പൂജാരിയുടെ കാര്യം അതിലും കഷ്ടമാണ്. ഹോസ്പിറ്റലിലും അതിൻ്റെ പരിസരങ്ങളുമായി സ്റ്റെതസ്കോപ്പ് ഇട്ട് വന്ന നിഖില ബ്രഹ്മദത്തൻ നമ്പൂതിരിയെ കണ്ടു. അപ്പോൾ നോം എന്തു വിചാരിച്ചു? നമ്മളൊരസൽ നമ്പൂതിരിക്കുട്ടിയാണെന്ന്. ആ നമ്പൂതിരിക്കുട്ടി പറഞ്ഞത്രേ, ഞങ്ങളുടെ ഇല്ലത്താണെങ്കിലേ ആരുമില്ല ആണുങ്ങളായിട്ട്. ഇല്ലം നോക്കി നടത്താൻ ഒരാണുങ്ങൾ പോലും ഇല്ല, ഒരു ആൺ അവകാശം ഇല്ല. ഇത് കേട്ട ഉടനെ നമ്മുടെ നമ്പൂതിരി വീട്ടിൽ പറഞ്ഞു, അതിനെന്താ, നമ്മ ദത്തെടുത്തോളൂ. അങ്ങനെ ദത്തെടുക്കാൻ വേണ്ടി 1-2 തുടങ്ങി 70 ലക്ഷം വരെ ആ നമ്പൂതിരി താത്ത കവർന്നെടുത്തു ആ പൂജാരിയുടെ കയ്യിൽ നിന്ന്. പാലക്കാടാണ് സംഭവം. തട്ടിപ്പ് മനസ്സിലാക്കാൻ ആ നമ്പൂതിരി വൈകിപ്പോയി. പക്ഷെ അപ്പോഴേക്കും നമ്പൂതിരിയുടെ 70 ലക്ഷം താത്ത നമ്പൂതിരി അടിച്ചെടുത്തേ. ഇനിയിപ്പോൾ പരാതി പറയാതെ നിവൃത്തിയില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് പല രഹസ്യങ്ങളും, ഇതുപോലെയുള്ള പല തട്ടിപ്പുകളും പുറംനാടുകൾ അറിയുന്നത്. ഇതുപോലെ പല മലയാളികളും ഉണ്ടാകുമായിരിക്കും, പക്ഷേ ഒന്നും വിവരമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും മലയാളികൾ ഉണ്ടായിരിക്കുമോ? ഏകദേശം 1 വർഷത്തോളം പരിചയമുള്ള ഒരു താത്ത നമ്പൂതിരിക്ക്, അതായത് മുസ്ലിമാണ് ആള് കക്ഷി, ഈ തട്ടിപ്പുകാരി മുബീന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മുബീന എന്ന് പറയപ്പെടുന്നു ആ പുള്ളിക്കാരത്തി. പക്ഷേ ആർക്കറിയാം അത് തന്നെയാണോ ശരിക്കുള്ള പേര് അല്ലെങ്കിൽ നാമധേയമെന്ന്? പക്ഷേ നിഖില ബ്രഹ്മദത്തൻ നമ്പൂതിരി എന്ന് പറഞ്ഞ് കഴുത്തിൽ ഒരു സ്റ്റെതസ്കോപ്പ് ഇട്ട് വന്നാൽ ഡോക്ടറാവോ? ഏകദേശം 1 വർഷത്തോളം ഹോസ്പിറ്റലിലും പരിസരങ്ങളും താൻ കണ്ടുവെന്ന് ഈ പൂജാരി വെളിപ്പെടുത്തുന്നു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഈ പൂജാരി 70 ലക്ഷം നഷ്ടമായപ്പോഴാണ് പരാതിപ്പെട്ടത്. അങ്ങനെയാണ് ഇത് ന്യൂസും മീഡിയയും മറ്റും നാട്ടുകാരും അറിഞ്ഞത്. ഇതേപോലെ ഈ പൂജാരിയെ പോലെ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കാം, പക്ഷെ ആരും നാണക്കേട് കൊണ്ടും പേടി കൊണ്ടും പുറത്തു പറയുന്നില്ല. ഈ മുബീന താത്തയാണെങ്കിലോ ലോക തട്ടിപ്പുകാരി. എല്ലായിടത്തും ചെന്ന് ഇതുപോലെ ഓരോ പേരുകളിൽ, പാലക്കാട് മുബീന താത്ത, വേറെ സ്ഥലത്താണെങ്കിലോ ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ മകള്, അങ്ങനെ പേര് മാറ്റി പല സ്ഥലങ്ങളിലും അവർ സഞ്ചരിക്കുന്നു, പണം കൈക്കലാക്കുന്നു, തട്ടിപ്പ് നടത്തുന്നു. ഒരു ലോക തട്ടിപ്പുകാരത്തി തന്നെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം തട്ടിപ്പിന് എന്തിനാണ് നമ്മൾ നിന്നു കൊടുക്കുന്നത്? പറ്റുമെങ്കിൽ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും അയാൾക്ക് വിവരം അറിയിക്കാമായിരുന്നില്ലേ? പക്ഷേ ആ നമ്പൂതിരി ഇതെല്ലാം ഒളിപ്പിച്ച് രഹസ്യമാക്കി വെച്ചു. 70 ലക്ഷവും പോയതിനു ശേഷം നമ്പൂതിരിക്ക് അപ്പോഴാണ് ബുദ്ധി ഉദിച്ചത്, അപ്പോഴാണ് പരാതിപ്പെട്ടത്. അങ്ങനെ ഇത് പുറം ലോകത്തെത്തി. ഇപ്പോൾ ന്യൂസിലും മറ്റു മീഡിയകളിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഈ നമ്പൂതിരിക്കുട്ടിയെപ്പോലെ, ഈ നിഖില ബ്രഹ്മദത്ത നമ്പൂതിരിക്കുട്ടിയെപ്പോലെ എത്രയോ നമ്പൂതിരിക്കുട്ടിമാർ, നമ്പൂതിരി താത്തമാർ, താത്ത നമ്പൂതിരിമാർ നമ്മുടെ ഇടയിലുണ്ടാവും. പക്ഷേ ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല. തട്ടിപ്പിന് എന്തിനാണ് നമ്മൾ നിന്നു കൊടുക്കുന്നത്? നമ്മളെയാണ് പറയേണ്ടത്. ആരെങ്കിലും 1-2 ലക്ഷം പോയി 70 ലക്ഷം വരെ എടുത്തു കൊടുക്കൂ. നമ്പൂതിരി പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. ഇതാണ് അവസ്ഥ. എത്ര കണ്ടാലും നമ്മുടെ ഈ മലയാളികൾ പഠിക്കില്ല. മലയാളികളാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാകുന്നതും ഇരയാക്കപ്പെടുന്നതും. പറ്റിക്കുന്നതോ 100% അല്ലെങ്കിൽ 100,000% മലയാളികളും. ഇങ്ങനെയൊരു കാലത്തും, ഇങ്ങനെയൊരു തട്ടിപ്പ് നടക്കുന്ന കാലത്തും മലയാളികൾ പിന്നെയും ജാഗരൂകരാകുന്നില്ല. ഇപ്പോഴും കോടികൾ കിട്ടുമോ, 1 അടച്ചാൽ 2, 2 അടച്ചാൽ 3 എന്ന് പറഞ്ഞ് കോടികൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടി പാഞ്ഞു നടക്കുന്ന മലയാളികളാണ് നമ്മുടെ ഇടയിലുള്ളത്. അപ്പോൾ ഈ തട്ടിപ്പിൽ 70 ലക്ഷം പോയതിലും വലിയ അത്ഭുതമൊന്നും കാണാനില്ല. പക്ഷേ ആ താത്ത നമ്പൂതിരി കുട്ടിയായി വന്ന് 70 ലക്ഷം അടിച്ചെടുത്തത് ഒരു ചെറിയ വാർത്തയായി മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അവനവൻ്റെ കയ്യിലുള്ളത് മാത്രം അനുഭവിക്കുക, അത് അധ്വാനിച്ചത് കൊണ്ട് മാത്രം. വെറുതെ തട്ടിപ്പിന് നിന്ന് കൊടുത്തിട്ട് അവസാനം പോലീസിൽ അകപ്പെടാനുള്ള ചാൻസും, അതുപോലെ തന്നെ തട്ടിപ്പിൽ പെട്ട് നാണക്കേട് കൊണ്ട് പുറത്ത് പറയാനുള്ള മടി കൊണ്ടും ജീവിക്കുന്ന കുറേ മാന്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരും കൂടി ഒന്ന് സൂക്ഷിക്കുക. ഇതുപോലെയുള്ള മുബീന താത്തമാർ അല്ലെങ്കിൽ താത്ത നമ്പൂതിരിമാർ നമ്മുടെ ഇടയിൽ വരാതിരിക്കാനായിട്ട്. താങ്ക് യു.